ഇത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ കനകമല. അങ്കമാലിക്കാർക്കും പെരുമ്പാവൂരുകാർക്കും മലയാറ്റൂരുള്ളതുപോലെ നമ്മുടെ തൃശ്ശൂർക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് നമ്മുടെ കനകമല. തികഞ്ഞ പ്രാർത്ഥനയോടും ത്യാഗത്തോടും അതോടൊപ്പം തന്നെ പ്രകൃതിയുടെ തികഞ്ഞ സൗന്ദര്യവും ആത്മീയതയുടെ ശാന്തതയും അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് ഒരു മലകയറ്റത്തിൻ്റെ അതിസാഹസികതയും നിറഞ്ഞതാണ് നമ്മുടെ കനകമല. ഈ ക്രിസ്തീയ നോമ്പുകാലത്ത് നമ്മുടെ എല്ലാ ക്രിസ്തീയ വിശ്വാസികളും മറ്റു മതസ്ഥരും പ്രാർത്ഥനയും നോമ്പും ത്യാഗപ്രവൃത്തികളൊക്കെ എടുത്ത് കുരിശിൻ്റെ വഴിയിലൂടെ ത്യാഗം സഹിച്ച് പ്രാർത്ഥിച്ചു പോകുന്നവരേറെ പതിവാണ്. നമ്മുടെ കൊടകരയ്ക്കും ചാലക്കുടിയിലും ഇടയിലാണ് നമ്മുടെ കനകമല സ്ഥിതി ചെയ്യുന്നത്. ഈ കനകമലയിൽ പ്രായഭേദമന്യേ ചെറിയ കുട്ടികൾ മുതൽ വലിയവർ, വയസ്സായ ആൾക്കാർ എല്ലാവരും വന്ന് പ്രാർത്ഥിച്ച് മുത്തപ്പൻ്റെ അനുഗ്രഹം വണങ്ങി, മുത്തപ്പൻ്റെ തിരുസന്നിധി വണങ്ങി പ്രാർത്ഥിച്ച് അനുഗ്രഹമേറി മലയിറങ്ങി പോകുന്നവരും മല കയറി പോകുന്നവരും ഒരുപാട് പേരുണ്ട്. മല കയറുമ്പോൾ തന്നെ നമുക്ക് കാണാം ഒരുപാട് പേര് കരഞ്ഞും ഒരുപാട് പേര് കൊന്തകളേന്തിയും പ്രാർത്ഥനകൾ ചൊല്ലിയും 14 സ്ഥലത്തിലെ നിയോഗങ്ങൾ ഒരുപാട് അർപ്പിച്ചും മല കയറി മുത്തപ്പൻ്റെ അനുഗ്രഹം സ്വീകരിക്കാനായിട്ട് ഒത്തിരി പേര്, ഒരുപാട് ജനങ്ങൾ, സ്ത്രീകൾ മുതൽ പുരുഷന്മാരും എല്ലാവരും മല കയറി നമ്മൾ ത്യാഗപൂർണ്ണമായിട്ട് കുരിശിൻ്റെ വഴിയിലൂടെ യേശുക്രിസ്തു സഞ്ചരിച്ച പോലെ തന്നെ എല്ലാവരും ഒരുപാട് ത്യാഗം സഹിച്ച് പ്രാർത്ഥിച്ചും മുത്തപ്പൻ്റെ ഗാനങ്ങളേന്തിയും പാട്ടുപാടിയും എല്ലാവരും മല കയറിയിട്ട് തിരുസന്നിധിയിലേക്കുള്ളൊരു യാത്രയിലാണ്. പിന്നെ മല കയറാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചത്ര എളുപ്പമൊന്നുമല്ല. നമ്മൾ ഓടി അങ്ങോട്ട് കയറി മല തീർക്കാമെന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. നമ്മുടെ മലയാറ്റൂർ മലയിനേലും ഒരുപാട് കുത്തനെയാണ് നമ്മുടെ കനകമല. നമ്മൾ ഒരടി നടന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ ഇങ്ങനെ മല ഇങ്ങനെ ഉയരത്തിൽ നമുക്ക് കാണാം. ഞങ്ങൾ എല്ലാ വെള്ളിയാഴ്ച ഇപ്പോൾ ഒരു 3-4-5 പേരായിട്ട് ഞങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാ വർഷം പോവാറുണ്ട്. പിന്നെ എളുപ്പമല്ല. ഇപ്പോൾ നമ്മൾ ഓരോ വർഷം കഴിയുന്നതോറും നമ്മൾക്കും മല കയറാനുള്ള സാഹസികത, മനസ്സിലാഗ്രഹം ഉണ്ടെങ്കിലും ശരീരം സമ്മതിക്കണില്ലല്ലോ. ഇതുപോലത്തെ വലിയ വലിയ കുരിശുകളാണ് ഒരുപാട് പേര് വലിയ വലിയ നിയോഗങ്ങളൊക്കെ ആയിട്ട് പ്രാർത്ഥിച്ച് വലിയ കുരിശുകളൊക്കെ ചുമന്ന് മല കയറുന്നവരുണ്ട്. ഇവിടെ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ മല കയറാനായിട്ട് പറ്റണില്ല. എന്താ ചെയ്യുക? അങ്ങനെ നമ്മൾ കയറി മലയുടെ അവസാനത്തെ ഘട്ടത്തിലാണ്. ഇതാണ് നമ്മുടെ 14 സ്ഥലം കഴിഞ്ഞ് മലയിലെ ചെറിയൊരു കുരിശുമുടി പോലെ ഒരു കപ്പേള പോലെ ചെറിയൊരു പള്ളിയാണ്. അവിടെയാണ് നമ്മുടെ കൂട്ടുകാരൊക്കെ നേരത്തെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മലമുകളിൽ എഴുതി വെച്ചത് കറക്റ്റ്, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ. മലമുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ആരായാലും ഒന്ന് പറഞ്ഞു പോകും, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ. നമ്മൾ ഈ വയ്യാണ്ടായിട്ട് വിളിച്ചു പോകുന്നതാണ് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ. ഇതാണ് മുത്തപ്പൻ്റെ സന്നിധി. ഇനി നമ്മൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഇനി മലയിറങ്ങലാണ് ഇനി അടുത്തത്. മല ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പ്രധാന എല്ലാവരുടെയും ആകർഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളിയുടെ അടിവാരത്ത് കിട്ടുന്ന ഒരു കിടിലൻ കഞ്ഞിയുണ്ട്. അതാണ് മലയുടെ ഏറ്റവും അടിപൊളി ആകർഷണം. മല ഇറങ്ങിയ ഒരു ക്ഷീണം നമുക്ക് ആ ഒരു കഞ്ഞി കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ക്ഷീണവും നമുക്ക് അങ്ങോട്ട് മൊത്തത്തിലാണ് പറഞ്ഞത്. കഞ്ഞിയും ഒരു അടിപൊളി ചമ്മന്തിയും. ഇപ്പോൾ സാധിക്കുന്ന എല്ലാവരും കനകമല സന്ദർശിക്കും.